ഇങ്ങനെ പിന്നെങ്ങനെ രാഹുൽ ഗാന്ധിയോട് തോറ്റു. നമസ്കാരം. വലിയ പുലിവാലായിരിക്കും. പുള്ളിക്ക് എന്താ പറയണെന്ന് അറിയില്ല. എനിക്ക് ഈ കോൺഗ്രസുകാരോട് ഭയങ്കര സഹതാപമുണ്ട്. എനിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. പക്ഷെ ഇവിടെ അമേരിക്കയിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഇന്ത്യക്കാരെ കുറിച്ച് ഇവിടെ ഭയങ്കര മോശമായിട്ട് ആൾക്കാർ പറയുന്നു. റേഡിയോയിൽ വെച്ചാലും ആൾക്കാർ കേൾക്കുമ്പോഴും ഒക്കെ ഇപ്പോഴും നമ്മളവിടെ പാമ്പിനെ നോക്കി നടക്കുന്ന ആൾക്കാരുടെ വിചാരം ഇങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. ഒരുപാട് പൊട്ട കാര്യങ്ങൾ ഇന്ത്യയെ കുറിച്ച് കേൾക്കുക. അതിനൊക്കെ പുറമെ നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ ഇവിടെ ഉണ്ട് ഈ ആഴ്ച. പുള്ളി പറയുന്നത് നിങ്ങൾ വല്ലവരും കേട്ടോ? ഇതൊന്ന് കേട്ടിട്ടുണ്ട്. ഇതിന് നിങ്ങളുടെ അഭിപ്രായം എനിക്കൊന്നും അറിയാം. The fight is about whether he, as a Sikh, is going to be allowed to wear his turban in India. Or he, as a Sikh, is going to be allowed to wear a kada in India. Or he, as a Sikh, is going to be able to go to a Gurdwara. That's what the fight is about. കേട്ടില്ലേ പുള്ളി പറഞ്ഞത്? അതായത് നമ്മുടെ നാട്ടില് സിഖുകാർ ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ ടേബിൻ ഇടാനുള്ള റൈറ്റിനാണ്, കട ഇടാനുള്ള റൈറ്റിനാണ്, ഗുരുദ്വാര പോകാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ പുള്ളി ഇങ്ങനെ നുണ പറയുന്നത്? നമ്മുടെ നാടിനെ കുറിച്ച് എന്താ ആൾക്കാർ വിചാരിക്കുക? വളരെ മോശമാണത്. സത്യം പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ലാന്നുണ്ട്. നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം ആൾക്കാർ അറിയാണ്ടിരിക്കാൻ നോക്കും. കാരണം മോശമാണ് ആൾക്കാർ അറിഞ്ഞാലും വെച്ചിട്ട്. ഇതില്ലാത്ത കാര്യം വലിയൊരു പറയൂ. ഒന്ന് ആലോചിക്കോ. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമ്മള് സത്യമാണെങ്കിൽ വരെ പുറത്ത് പോയിട്ട് എന്താ പറയാ, അങ്ങനെ ഉണ്ടായില്ല എന്ന് പറയുള്ളൂ. കാരണം നമുക്ക് വീട്ടിലെ അഭിമാനം കാക്കണം. ഈ വീടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഗ്രാമം, ഗ്രാമത്തിന്റെ എക്സ്റ്റൻഷൻ ആണ് സിറ്റി, സിറ്റിയുടെ എക്സ്റ്റൻഷൻ ആണ് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, കൺട്രി. ഞാനിപ്പോ ഇവിടെ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ താമസിക്കുമ്പോ എനിക്ക് ഇന്ത്യനെ കുറിച്ച് ഒരാൾ മോശം പറഞ്ഞ ഒരു താല്പര്യമില്ല. നമ്മൾ കഴിയുന്നതും നല്ലത് മാത്രമേ പറയാൻ നോക്കുള്ളൂ. മോശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കവറപ്പ് ചെയ്യാൻ നോക്കുള്ളൂ. ഞാൻ നുണ പറയണമെന്ന് പറയില്ല, നുണ പറയണ്ട. പക്ഷെ എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നുണ പറയുന്നത്? പുള്ളി പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഇപ്പോഴും അത് കേട്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ, നമ്മളോട് തന്നെ എങ്ങനത്തെ ഒരു നേതാവ് നമുക്കൊരു ഒപ്പോസിഷനിലായിട്ടുണ്ടോ എന്നുള്ളൊരു പുച്ഛാണോ, എനിക്ക് അറിയുന്നില്ല എന്താണ് വികാരം എന്നുള്ളത്. കാരണം ആരാണ് സിഖുകാരെ ടേബിനിടാൻ സമ്മതിക്കാത്തത് നമ്മുടെ നാട്ടിൽ? ആരാണ് സിഖുകാരെ കടയിടാൻ സമ്മതിക്കാത്തത് നമ്മുടെ നാട്ടിൽ? എവിടെയാണ് സിഖുകാരന് ഒരു ഗുരുദ്വാര പോകാൻ പ്രോബ്ലം? പുള്ളി പറയുന്നത് ഇന്ത്യയില് സിഖുകാർ ഫൈറ്റ് ചെയ്യുന്നത് ടേബിനിടാനുള്ള അധികാരത്തിനും കടയിടാനുള്ള അധികാരത്തിനും ഗുരുദ്വാര പോകാൻ വേണ്ടിയിട്ടാണ്. അത് ഖാലിസ്ഥാനിൽ ഏറ്റുപിടിച്ചെന്നുള്ള വേറെ കാര്യം. നമ്മുടെ ടോപ്പ് ടെററിസ്റ്റ് ലിസ്റ്റിലുള്ള ആൾക്കാർ വരെ അതെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പാൽക്കി സഭ പറഞ്ഞൊന്ന് കേൾക്കൂ. With great power comes great responsibility. Someone should tell that to Rahul Gandhi. He's not just an MP anymore, he's the leader of the opposition, that too in the world's largest democracy. So what he says is consequential. But looks like he's forgotten that. ഞാൻ അവരോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളത് ഇതാണ്. രാജ്യം വിടൂ. നിങ്ങൾ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ പോയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ ഫാമിലി പോലെ തന്നെ നിങ്ങൾ അയാള് ബഹുമാനിക്കും. പിന്നെ ആരായാലും വേണ്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ, അത് മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുവോ? നിങ്ങൾക്ക് എങ്ങനെയാ ഇദ്ദേഹത്തിന് നേതാവായിട്ട് വെക്കാൻ പറ്റുന്നത്? സത്യം പറയാലോ, ഒരുപാട് പ്രാവശ്യമായി പുള്ളി ഇങ്ങനെ ഒരുപാട് നുണ പറയുന്നവരെ. അത്ര സങ്കടമുണ്ട്. കാരണം എപ്പോ വന്നാലും നമ്മുടെ നാടിനെ കുറിച്ച് മോശം പറയുന്നു. അപ്പൊ നമ്മളിപ്പോ റഷ്യ എടുക്കുക. റഷ്യക്കും ഒരുപാട് ഓപ്പോസിഷൻ ലീഡേഴ്സ് ഉണ്ട്. അവര് പൂട്ടിനെതിരെ, ഇപ്പൊ പൂട്ടിപ്പോ അടുത്തൊരാളെ കൊന്നു, ആളെ പേര് ഞാൻ മറന്നുപോയി. പുള്ളി ഒരിക്കലും റഷ്യ മോശം എന്ന് പറയുന്നില്ല, പൂട്ടിനെ മോശം എന്ന് പറയുന്നത്. നരേന്ദ്രമോദി മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അത് പുള്ളിയുടെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് ആണ്. പക്ഷെ ഇന്ത്യയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനുണ്ടെന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ചു നിങ്ങള്. എന്താണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത്? അതുകൊണ്ട് ഇന്ത്യനെ മോശമാക്കിയിട്ട് പുള്ളിക്ക് എന്താ കിട്ടുന്നത്? എനിക്ക് ബലമായ സംശയമുണ്ട്. എനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്. പുള്ളി ഒരു ട്രൂ ഇന്ത്യൻ അല്ലാത്തതാണ് കാരണം. ട്രൂ ഇന്ത്യൻ അല്ല. ഒരു മിക്സ് മാരേജ് എന്നിരിക്കുക. ഒരു ഹിന്ദുവും ക്രിസ്ത്യനും കല്യാണം കഴിച്ചു. ഈ മക്കള് ഹിന്ദുവാണ് ക്രിസ്ത്യനാണ്, അവർ രണ്ടു തരത്തിൽ സോഫ്റ്റ് കോഡ് ഉണ്ടാവും. ഒരു സ്ഥലത്തും ഒരു കുറച്ച് നിൽക്കാൻ പറ്റില്ല. അതുമാതിരിയാണ് ഇത്. ഇറ്റലി ആണോ ഇന്ത്യ ആണോ എവിടെന്നാ വരുന്നത് എനിക്കറിയില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇന്ത്യക്കാരനായിരിക്കുന്ന ഒരാൾക്കും ഇത് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് നാട്ടിലെ കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ളതാണ്.
എനിക്ക് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് പുള്ളിയുടെ വലിയ കാര്യമാണ്, പുള്ളി സംസാരിക്കുന്ന രീതിയും ഒക്കെ വലിയ താല്പര്യമാണ്. പുള്ളിയോടൊക്കെ ചോദിക്കുന്നത് നാണാവണില്ലേ ഈ രാഹുൽ ഗാന്ധിയെ നേതാവ് വിളിക്കാൻ? രാഹുൽ ശരിക്കും ചോദിക്കണം, നാണാവണില്ലേ? ഞാനൊക്കെ ആണെങ്കിൽ ഓടിയിട്ട് നിങ്ങൾക്ക് എത്ര കഴിവുണ്ട് മാഷെ, എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് നടക്കുന്നത്? നിങ്ങൾക്ക് തന്നെ മോശമല്ലേ? വെരി വെരി ബാഡ്. ഒരു ഓപ്പോസിഷൻ ലീഡർ ആയിട്ടിരിക്കാൻ പോയിട്ട് ഒരു സാധാരണ ഇന്ത്യക്കാരൻ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓപ്പോസിഷൻ ലീഡർ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കേണ്ട ആൾക്കാരാണ് പോയിട്ട് നമ്മൾ അപമാനിക്കണം പുറത്തു പോയിട്ട്. നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഇങ്ങനത്തെ ഒരു നേതാവിനെ നിങ്ങൾക്ക് വേണോ? കോൺഗ്രസ് വേറെ നേതാക്കന്മാരൊന്നുമില്ല? അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ബിലീഫ് സിസ്റ്റം തന്നെയാണോ? നിങ്ങളൊക്കെ വിചാരിക്കണമെങ്കിൽ നുണ പറഞ്ഞിട്ട് ഇന്ത്യനെ മോശമാക്കണം എന്നാണ്? ശരിക്കും പറയോ? ഇന്ത്യനെ കുറിച്ച് മോശം പറഞ്ഞത് നിങ്ങളുടെ താല്പര്യം? പിന്നെ നിങ്ങൾ എന്ത് ഇന്ത്യ കെട്ടിപ്പടുക്കാൻ നോക്കുന്നത്? നുണ പറഞ്ഞിട്ടാണോ കെട്ടിപ്പടുക്കാൻ നോക്കുന്നത്? വെരി ബാഡ്, വെരി വെരി ബാഡ്. നമ്മുടെ നാട്ടിൽ ഉള്ള മലയാളിയായിട്ടുള്ള കോൺഗ്രസ്സുകാർ ഇത് കേട്ടിട്ട് രാഹുൽ ഗാന്ധിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ, നിങ്ങളോടുള്ള ബഹുമാനം എനിക്കില്ല, ഒരാളോടില്ല. നിങ്ങൾ എത്ര വലിയ നേതാവായാലും ഇനി രാഹുൽ ഗാന്ധിനെ ഇനി ബഹുമാനിച്ച പുള്ളിയോട് ഒരു ബഹുമാനമില്ല. കാരണം ഇങ്ങനെ നുണ പറഞ്ഞ ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അധോഗതി, അല്ലാണ്ട് എന്താ പറയാ, ഭാവി പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളാണ്. ഏത് ഇങ്ങനത്തെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആവേണ്ടത്? പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് കേൾക്കുന്ന വല്ലവർക്കും വല്ല കോൺഗ്രസ്സുകാർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ അവരുടെ. കോൺഗ്രസും ബി ജെ പി ഒന്നും അല്ല. ഇതിപ്പോ ബി ജെ പിയിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറഞ്ഞാലും സമ്മതിക്കും. നമ്മുടെ നാട്ടിന്റെ പുറത്ത് പോയാൽ പിന്നെ നമ്മൾ ഒന്നാണ്, ഇന്ത്യക്കാരാണ്. അല്ലാണ്ട് ബി ജെ പിക്കാരനും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അല്ല. ഇന്ത്യനെ കുറിച്ച് മോശം പറഞ്ഞു, ഇന്ത്യനെ കുറിച്ചിട്ട്. ഇത് ആദ്യമായിട്ടല്ല പുള്ളി പറയുന്നത്, പുള്ളി പല പ്രാവശ്യമായി പറയുന്നത്, പല പ്രാവശ്യമായിട്ട്. ഇത്ര എക്സ്ട്രീം ആവണ ആദ്യമായിട്ടാണ്. ഇന്ത്യയിൽ ഡെമോക്രസി ഇല്ല എന്ന് പറയുന്നത് എനിക്കറിയണില്ല. ഞാൻ നോക്കിയിട്ട് അമേരിക്കയിലാണ് ഡെമോക്രസി ഇന്ത്യക്കാട്ടും കുറവ്. ഞാൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇന്ത്യയിലാണ് കൂടുതൽ ഡെമോക്രസി. ഇന്ത്യയിൽ നമ്മൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ആരും കൊടിയെടുത്തിട്ട് പിറ്റേ ദിവസം ഇറങ്ങുന്നില്ല, ഇത് എന്റെ നേതാവല്ല എന്ന് പറഞ്ഞിട്ട്. നമ്മള് അടുത്ത ഇലക്ഷൻ വരെ കാത്തുകയാണ്. ഇവിടെ അമേരിക്കയിൽ രണ്ട് കൂട്ടരും അങ്ങോട്ടും നേതാക്കന്മാരല്ല എന്ന് പറയാം. ഒരു ഇലക്ഷൻ തന്നെ കാര്യമില്ല. അങ്ങനെയുള്ള രാജ്യത്ത് വന്നിട്ട് പറഞ്ഞു ഇന്ത്യയിൽ ഡെമോക്രസി ഇല്ല എന്ന്. നമ്മുടെ നാട്ടിലാണ് ഒരുപാട് ഡെമോക്രസി. നമുക്ക് ഒരു കാര്യം മാത്രമേ കുറവുള്ളൂ, കുറച്ച് പൈസ കുറവുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിലാണ് നല്ലത്. അത് മനസ്സിലാക്കാത്ത രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് എന്താ കാര്യം? നന്ദി, നമസ്കാരം. ഇങ്ങനെ പിന്നെങ്ങനെ?